അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന്റെ മുന്നേ ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ വീഡിയോ ഓപ്പൺ ആക്കിയിട്ടില്ല. പൂജട്ടി നോക്കുമ്പോൾ നല്ല കാര്യം വീഡിയോ ഓണല്ല. ഇങ്ങനെയൊക്കെ ഒരു പറ്റൽ എനിക്ക് പറ്റുണ്ടോ? എനിക്ക് ഈ വേജാറ് പേപ്പറുകളൊക്കെ കൂടുമ്പല്ലേ ചെയ്തതൊക്കെ പൊട്ടയായി പോകും. അപ്പോൾ എന്താ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിന്ന് മോർണിംഗ് വ്ളോഗും അല്ല പിന്നെ ഈവനിങ് വ്ളോഗും അല്ലാത്തതിൻ്റെ നടുക്ക വെച്ചിട്ട് ബ്രഞ്ച് കഴിക്കാന്നൊക്കെ പറയണ പോലത്തെ സംഭവമാണ് കേട്ടോ. നമ്മൾ രാവിലെ പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ തൈരും അങ്ങനെയുള്ള തട്ടിക്കൂട്ട് ഓംലേറ്റൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. രാത്രിയാകുമ്പോൾ ചേച്ചിയും പിള്ളേരൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോഴേക്കും ഉണ്ടാക്കിയാൽ ചീത്തയാവില്ലല്ലോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും നേരത്തെ കാലത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ. ആരെങ്കിലും വീട്ടിൽ വരികയാണെങ്കിൽ നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് അവരോട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം കിട്ടണം. അല്ലെങ്കിൽ എനിക്ക് നമ്മൾ അടുക്കളയിലായി പോയി എപ്പോഴും ഫുൾ ടൈം. അതുകൊണ്ട് അപ്പം നമ്മൾ സാമ്പാർ വയ്ക്കുക, മീൻ വറുക്കുക, കാബേജ് ഉപ്പേരി ഉണ്ടാക്കുക, പപ്പടവും കാച്ച, അങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇവിടെ ഉത്സവമായിട്ടാണ് വരുന്നത്. ഉത്സവം നാളെയാണ്. അപ്പോൾ ഇന്ന് രാത്രിയിലാണ് വരുന്നത്. അപ്പോൾ ഒരു 4 മണി ആവാൻ നിൽക്കണ്ട. അപ്പോഴേക്കും നേരം വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു 2:45 3 മണി ആകുമ്പോഴേക്കും ഫുഡിൻ്റെ പരിപാടി തുടങ്ങാം. പിന്നെ നമുക്ക് കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്ത് വീഡിയോ കൂടെ എടുക്കുമ്പോഴേക്കും ടൈം വൈകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സാമ്പാർ വയ്ക്കാൻ ആദ്യം തുടങ്ങാം. പിന്നെ ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഉള്ളത് അരിഞ്ഞ് വെച്ചു, മീൻ മസാല പുരട്ടി വെച്ചു. സാമ്പാറിലേക്ക് ഇത്രയും കഷ്ണങ്ങളുള്ളൂ കേട്ടോ. എനിക്ക് ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണ്ട സാമ്പാറിലേക്ക്. പരിപ്പ് ഇതാ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലേ വീഡിയോ എടുത്തപ്പോൾ പെട്ടിട്ടില്ലാത്ത, അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിരിക്കുക. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. എനിക്ക് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിലേ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരിക്കണം കേട്ടോ. അവർ വരുമ്പോൾ നമ്മൾ അത് ചെയ്യാണ്ട് ഇത് ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബിസി ആകുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. എനിക്ക് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടോ അവരുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടോ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് വലിയ വിഷമം കേട്ടോ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വരികയാണെന്ന് പറയുമ്പോൾ എല്ലാ പണികളും തീർത്ത് വെച്ച് ഞാൻ അങ്ങോട്ട് ഫ്രീ ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടും കളിച്ച് ചിരിച്ചിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമയം കിട്ടും. ഞാൻ പറയാറില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാകുമ്പോൾ അതിലും കൂടുതലാണല്ലോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ 2 ദിവസം മുന്നേ പറഞ്ഞ് തീർത്തെങ്കിൽ കൂടെ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വേലയും പൂരമല്ല, വേലയും പൂരവും ഉത്സവവും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എങ്ങോട്ട് പോവുകയാണെങ്കിലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും പിന്നെ പോണേൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ പൂജിട്ട് ഞാനും കൂടെ എന്നാൽ കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പരിപ്പ് നമ്മൾ അപ്പുറത്തെ സ്റ്റവിലേക്ക് മാറ്റി വെച്ചു. അത് കുറച്ച് സിമ്പിളാണ്, ചെറിയ ഇതായിട്ടേ കത്തുള്ളൂ. ഇപ്പുറത്താവുമ്പോൾ വേഗം ചടുപിടയും തന്നെ ബാക്കിയുള്ള പണികൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിയും പൂജിട്ടി ഉണ്ട് അവിടെ, അവരോട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. പൂജിട്ടിനോട് പറയുന്നുണ്ട്, മോളുവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണമുണ്ട്, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ചൂട് സമയത്ത് എല്ലാവർക്കും ഉണ്ടാവണ ക്ഷീണം, പിന്നെ നമ്മുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോഴുള്ള ആ ഒരു കാര്യങ്ങളും ക്ഷീണവും ടെൻഷനും അങ്ങനെ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ഹെൽത്തിന് വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു റെസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഇല്ലാത്തതിൻ്റെ ഒരു ഘടകം. അതെല്ലാ വീട്ടിലുള്ള എല്ലാ അമ്മമാരുടെയും ചേച്ചിമാരുടെയും ആൻറ്റിമാരുടെയും എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കടുക് പൊട്ടിച്ചു. എന്നിട്ട് കുറച്ച് ചുമന്നുള്ളിയും 2 വെളുത്തുള്ളിയും കൂടെ മൂപ്പിച്ചിട്ട് നമ്മുടെ കേബേജ് ഇട്ട് കൊടുത്തു. അതിനകത്താണ് കേട്ടോ, ഞാൻ പച്ചമുളക് ചതച്ചില്ല. പിള്ളേരുള്ളതല്ലേ, ഇനി അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റാണ്ടിരിക്കേണ്ട വിചാരിച്ചിട്ട്, എരിവ് വല്ലാണ്ട് പിടിക്കേണ്ട വിചാരിച്ചിട്ട്. എന്നിട്ട് ലേശം മഞ്ഞപ്പൊടിയും പാകത്തിന് ഉപ്പും വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ടിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അതിനകത്ത് തേങ്ങ അരപ്പ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ജീരകമൊക്കെ നാളികേരവും ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളക് കൂടെ ഒതുക്കിയിട്ട് അങ്ങനെ ആക്കാം. പക്ഷെ നമ്മളിവിടെ സാധാ ഉപ്പേരി പോലെ ആയിട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് തിരിച്ച് അപ്പുറത്ത് ആ ചെറിയ സ്റ്റവിലേക്ക് തന്നെ മാറ്റി വെച്ചിട്ട് നമ്മുടെ വലിയ സ്റ്റവ് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല ടൈപ്പിൽ, ഞാനല്ല കേട്ടോ, എല്ലാവരും പല ടൈപ്പിൽ സാമ്പാർ വയ്ക്കും അല്ലേ. ഞാനും ഇപ്പോൾ വെച്ചതാവില്ലേ പിന്നെ വയ്ക്കുക, അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. പിള്ളേർ ഇഷ്ടമാണെന്ന് പറയണത് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇവിടെ ഇങ്ങനെ കുറുന്നനുള്ള സാമ്പാറാണ് പൂജിരിക്കും കണ്ണൻകുട്ടിക്കൊക്കെ നല്ലോണം ഇഷ്ടം കേട്ടോ. ഷാജേട്ടൻ ഇങ്ങനെ സെറുന്നനുള്ള സാമ്പാറാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മളിന്ന് കുറുന്നനുള്ള സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് വെക്കുന്നത്, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാത്രം ചൂടാവുമ്പോൾ അതിനകത്തേക്ക് ഉള്ള എന്താണോ വെജിറ്റബിൾസ് അതിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഒരു സവാള, 2 തക്കാളി, കുറച്ചധികം വെണ്ടയ്ക്ക വെച്ചാൽ കുറച്ച് വെണ്ടയ്ക്ക എല്ലാം കൂടെ ഇട്ടിട്ട് ചെറുള്ളി ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. എനിക്ക് ഇന്ന് എല്ലാം കൂടെ നേരം ഉണ്ടായില്ല, അത് കാരണം ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് എണ്ണയിൽ വഴണ്ട് വരുമ്പോൾ, തക്കാളി നുടഞ്ഞ് വരുമ്പോൾ നമ്മൾ പൊടികളിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് സാമ്പാർ പൊടി, ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ഈ വെന്ത പരിപ്പ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരണ സമയത്ത് ബാക്കി നമുക്ക് പുളിയൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് വെച്ചു.
ഇനി അതങ്ങനെ തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫോണിലെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. താൽക്കാലികമായിട്ട് അതിൻ്റെ ഡിസ്പ്ലേ മൊത്തം മാറ്റണം. അങ്ങനെ വരുമ്പോഴേക്കും ഒരുപാട് എമൗണ്ട് ആവും. ഇതിപ്പോൾ യൂസ് ചെയ്യാം എന്നുള്ള തരത്തിലാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടുത്ത പണി മുടക്കുമ്പോഴേക്കും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ടി വരുവേ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ഫോണാകുമ്പോൾ നമുക്ക് എന്തോ ഒരു സമാധാനമല്ലേ. വേറെ ആൾക്കാർ അവർക്ക് ആവശ്യം വരുമോ അങ്ങനെയൊക്കെ ഒരു ഫീല് തോന്നില്ലേ. എനിക്ക് അങ്ങനെയൊക്കെ ഒരു പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നേരാക്കി കിട്ടി. ഇനി നമ്മൾ ഉപ്പേരി ആയപ്പോൾ ഇനി ആ കറി അങ്ങനെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടാം. നമുക്ക് ഇപ്പുറത്ത് മീൻ വറുക്കാൻ വേണ്ടിയിട്ടും കൂടെ വെക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നാളികേരം വറുത്തരച്ചാലോ എന്നുള്ളൊരു തോട്ട് വന്നത്. ഓക്കെ, ഇന്ന് അങ്ങനെ ചെയ്യാം. ഇത്രയും ചെയ്ത് നമുക്കിപ്പോൾ ഒരു ലേശം നാളികേരം വറുത്തരയ്ക്കാൻ എന്താ പാട്. നമ്മൾ ഈ പൊടി വെച്ചിട്ട് സാമ്പാർ പൊടി വെച്ച് മാത്രം നല്ല കുറുന്നൊരു സാമ്പാർ അടിപൊളിയായിട്ട് സാമ്പാർ ഉണ്ടാക്കാം. അതിനകത്ത് വറുത്തരയ്ക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇന്നലെ വറുത്തരയ്ക്കും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ പരിപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം തിളച്ച് വന്നപ്പോൾ പാകത്തിന് പുളിയും കൂടെ ഒഴിച്ചിട്ട് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നാളികേരം വറുക്കാൻ വേണ്ടിയിട്ടും കൂടെ വയ്ക്കാം. എനിക്ക് ഈ വറുത്തരച്ച സാമ്പാറിനോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം വെച്ചാൽ അത് കൂട്ടി ഇഡ്ഡലി കഴിക്കാനും ദോശ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ടേസ്റ്റാണ്. പൊറോട്ടയും സാമ്പാറും അടിപൊളി കോമ്പിനേഷനാട്ടോ. ഈ വറുത്തരച്ച സാമ്പാറും ചൂട് പൊറോട്ടയും കൂടെ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണേ. അപ്പോൾ നമ്മൾ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് നാളികേരം, അതിനകത്തേക്ക് 2 ചെറുള്ളി, ഒരു 2 വെളുത്തുള്ളി, പിന്നെന്താ ഇട്ടിട്ടുള്ള മഞ്ഞൾപ്പൊടി, വേപ്പില, ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് കുറച്ച് സാമ്പാർ പൊടിയും കൂടെ അതിനകത്ത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചു കേട്ടോ. ഇനി നമുക്കിങ്ങനെ മഷി പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മുടെ ഈ കത്തണ ബൾബിന് ലൈറ്റ് കുറവാണ്. അത് കാരണം നമ്മൾ റിംഗ് ലൈറ്റ് വെക്കുമ്പോൾ അത്യാവശ്യം ലൈറ്റ് വരും. പകലൊന്നും നമുക്ക് റിംഗ് ലൈറ്റ് വെക്കേണ്ട ആവശ്യം വരില്ല. ഒന്നും കൂടെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിംഗ് ലൈറ്റിൻ്റെ ആവശ്യം വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കത്തിച്ചിട്ടാണ് നമ്മൾ അരപ്പൊക്കെ അരച്ചെടുത്തു, മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ സാമ്പാറൊക്കെ തിളച്ച് വന്നു. ഇനി അതിനകത്തേക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ടപ്പേന്ന് തന്നെ നമ്മുടെ സാമ്പാർ അടിപൊളിയായിട്ട് ടേസ്റ്റിയായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനൊരു കായത്തിൻ്റെ കഷ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് മല്ലിച്ചപ്പും കൂടെ ഇട്ട് അടിപൊളിയാണ്. മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടാണ് പോയത്. ഇനി എങ്ങാനും ഇടി വെട്ടിയിട്ട് നമുക്കോ മണ്ട കരിഞ്ഞിരിക്കുക, ഇനി ഫ്രിഡ്ജും കൂടെ പോകണ്ട വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഓഫ് ചെയ്തിട്ടിട്ടാണ് തോന്നുന്നു മല്ലിച്ചപ്പ് പൊട്ടായി കേടുവന്നു. അപ്പോൾ അതിട്ടിട്ടില്ല. നമുക്ക് കുറച്ച് വേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇനി ഉപ്പുണ്ടോ എന്നും കൂടെ നോക്കി അങ്ങോട്ട് സെറ്റായിട്ട് അങ്ങോട്ട് അടച്ച് വയ്ക്കുക. അരപ്പും കൂടെ അങ്ങോട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അടിപൊളി സാമ്പാറാണ്. ഇതിനകത്തേക്ക് ഒരു ലേശം ശർക്കരാച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. മീൻ വറുത്തത് ഒരു ട്രിപ്പ് റെഡിയായി. ഇനി ഇതിനകത്ത് തല ഞാൻ കളഞ്ഞിട്ടില്ല. എനിക്ക് മീനിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടം തലയും മുള്ളാണ് കേട്ടോ. എൻ്റെ അച്ഛൻ പറയും ഞാൻ പൂച്ചയായിട്ട് ജനിക്കേണ്ടതായിരുന്നു എന്ന്. എനിക്ക് മീൻ കിട്ടിയില്ലെങ്കിലും, മീനെന്ന് വെച്ചാൽ മീനിൻ്റെ ആ ഒരു മാംസം കിട്ടിയിട്ടില്ലെങ്കിലും മുള്ളും തലയൊക്കെ കിട്ടിയാൽ മതിയിട്ട് എനിക്ക് ചോറിനാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെ മുള്ളും ഞാൻ പറയും കളയരുത് എന്ന്. എനിക്കതിങ്ങനെ ചമച്ച് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മുള്ളൊക്കെ അതേപോലെ ചിക്കനിലെ മീറ്റിനെക്കാട്ടിലും ഇഷ്ടം എല്ലിൻ്റെ പോർഷനാണ് കേട്ടോ, എല്ലിൻ്റെ ഭാഗം. അപ്പോൾ തല ഞാൻ കളഞ്ഞില്ല. അയിലത്തല അളിയനും കൊടുക്കാമെന്നാണ് ആണല്ലോ. അപ്പോൾ അളിയൻ കഴിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് അപ്പുറത്ത് വറക്കാൻ വേണ്ടി വെച്ചു. നമ്മുടെ സാമ്പാർ വറുത്തിട്ടു. കടുകും മുളകും വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് വേപ്പിലൊക്കെ ഇട്ടിട്ട് അത് വറുത്ത് വെച്ചു. ഇപ്പോൾ ഉപ്പേരിയായി, മീൻ വറുത്തതായി, സാമ്പാറായി, പപ്പടം കൂടെ അങ്ങോട്ട് കാച്ചി വയ്ക്കാം. ഇനി ആ ഉണ്ണണ സമയത്ത് ഞാൻ ഈ പപ്പടം കാച്ചാൻ വേണ്ടി നിൽക്കണ്ടല്ലോ. അപ്പോൾ എല്ലാം തന്നെ അങ്ങോട്ട് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പൂജട്ടി പറഞ്ഞു, ഞാൻ ചോദിച്ചു നീ കഴിക്കുമ്പോൾ കാച്ചി പോലെ പൂജട്ടി ഒന്നും വേണ്ട, അപ്പോഴും മോൾ തന്നെ ചെയ്യണ്ടേ, എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ അങ്ങോട്ട് വിളമ്പിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടെ ആക്കി. പിന്നെ നമുക്ക് 2-3 പാത്രം കൂടെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഇനി അത് കൂട്ടിയിട്ടുണ്ടല്ലോ. പൂജട്ടി കഴുകി തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അവളെ എക്സാം കഴിഞ്ഞ് നട്ടപ്പുറം വെയിലത്താണ് വന്നത് കേട്ടോ. അപ്പോൾ അതിനും അതിൻ്റേതായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുമല്ലോ. നമുക്ക് എന്തായാലും ഇതൊക്കെ ക്ഷീണവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വശമായി. അവർക്ക് വശമായ സമയത്ത് അവർ ചെയ്തോളും. അത് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇതല്ലേ 2 പാത്രമല്ലേ ഉള്ളൂ, അത് അമ്മ കഴുകി വെക്കാമെന്ന് പറഞ്ഞു. ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പൂജട്ടിനെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് തത്രപ്പാടല്ലേ കുഞ്ഞ അവളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൾ എനിക്ക് ചെയ്തു തരുവേ. ഞങ്ങൾ ഇന്ന് 2 പേരും ഉച്ചയ്ക്ക് പൊറോട്ട കഴിച്ച കാരണം ചോറ് കാര്യമായിട്ട് കഴിച്ചിട്ടില്ല, ആർക്കും വിശക്കണില്ല. അപ്പോൾ ഫുഡൊക്കെ ആയി. ഞാൻ ബേക്ക് വശം അങ്ങോട്ട് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. ചെറിയ സമയം ഞാൻ അങ്ങനെ അതിൻ്റെ ഇടയിലൊക്കെ കിട്ടുമ്പോൾ എടുക്കാൻ പറ്റുന്ന പണികളൊക്കെ ആ ടൈം കൊണ്ട് ഞാൻ എടുത്ത് തീർക്കും. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഭാരം കൂടും. അപ്പോൾ ഒരു ചടപ്പ് വരും. അപ്പോൾ ഉള്ള സമയം കൊണ്ട് ഞാൻ ഒരിക്കലും പെറുക്കലും അതിൻ്റെ ഇടയിൽ ഡ്രസ്സ് മടക്കി വെക്കലും ഒക്കെ കഴിച്ചു. പൂജിട്ട് എനിക്ക് അകം റൂമും ഉള്ളിലൊക്കെ എന്താ പറയുക അടിച്ചു വാരി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ തുടച്ചിട്ടതായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ടു.
ഇനി നമുക്ക് മുറ്റടിച്ച് വാരിയിട്ട് ചാണകം കൊടുന്ന് വെച്ചിട്ടുണ്ട്, ചാണകം മെഴുകാന്ന് വെച്ചു കേട്ടോ. നമുക്കിവിടെ നാളെ പൂരാണേ, ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ അടുത്തൊക്കെ ഉത്സവവും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ, ഓണം വിഷുവൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഈ ചാണകം മെഴുകി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മെഴുകണം എന്ന് മെഴുകിയിട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് രാവിലെ എണീറ്റിട്ട് നമ്മുടെ വീട് കാണുമ്പോഴല്ലേ ഒരു പ്രത്യേക ഒരു ഐശ്വര്യം തോന്നും കേട്ടോ. അതുപോലെ വൈകിട്ട് വിളക്ക് വെച്ചിട്ട് മുറ്റത്ത് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ചാണകം മെഴുകിയ മുറ്റത്തിന് വേറൊരു പ്രത്യേക ഒരു ഫീലാണ്. ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ഇഷ്ടമുണ്ടാവും. എനിക്ക് എന്തായാലും ഇഷ്ടമുണ്ട്. ഞാനപ്പോൾ അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കണ്ണൻകുട്ടിയെ കൊണ്ട് ചാണകമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിച്ച് വാരൽ, ബാക്കിൽ അടിച്ച് വാരൽ കഴിഞ്ഞു ഞാനവിടെ ഒതുക്കി വെച്ചു. നമ്മളവിടെ വേസ്റ്റ് ഇടുന്ന ഭാഗത്ത് കോഴികളൊക്കെ കൂടെ ചിക്കിയിട്ട് അതൊക്കെ ഒന്നേ തന്നെ ഇങ്ങടന്നെ എടുത്തിടും. ഒരു വിധം ഉണ്ടോ, ഞാനവിടെ ഒക്കെ അടിച്ച് വാരി ബാക്കിൽ വൃത്തിയായി ഇറങ്ങണില്ലേ, അത് ഞാൻ അതിൻ്റെ ഇടയിൽ പണിയുടെ ഇടയിൽ വന്നിട്ട് ഒന്ന് അടിച്ച് വാരി ഇട്ടതാണ് കേട്ടോ. പിന്നെയാണ് നമ്മൾ ഫ്രണ്ടിലൊക്കെ ഒന്ന് നല്ല പൊടി പോക്ക അടിച്ച് വാരി, ഇവിടെ കുറച്ച് ചപ്പ് ഇരിക്കുന്നുണ്ട്, നമുക്ക് അവിടെ നിന്ന് മഴ പെയ്തിട്ട് ഇങ്ങോട്ട് ഒലിച്ചു വരുമല്ലോ. അപ്പോൾ ഒരുവിധം അപ്പുറത്ത് കത്തിച്ചിട്ടുണ്ട്, ഇപ്പോൾ രണ്ടാമതും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നാളെ ഇവിടെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ പിള്ളേരും ചെറിയ കുട്ടികളൊക്കെ രാത്രി നടക്കുമ്പോൾ ഇഴജന്തുക്കൾ എങ്ങാനും ഉണ്ടാവുമോ ഇല്ലയെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഭാഗം നമ്മളങ്ങോട്ട് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങോട്ട് കത്തിച്ചു, ഉള്ള ചപ്പൊക്കെ അങ്ങോട്ട് കത്തിച്ച് വെച്ചു. ഇനി നമുക്ക് അടിച്ച് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവും, ഈ മോപ്പ് മാത്രം വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇന്ന് കണ്ണൻകുട്ടിയാണ് നമുക്ക് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും പോയിട്ട് വാങ്ങിക്കൊണ്ട് തന്നത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അവനോട് മോപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്കത് ഇങ്ങനെ പിടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്, ഇതിൽ കയ്യിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവില്ല, അപ്പോൾ എനിക്ക് അതും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു വാങ്ങാൻ, ഒരുപാട് വെച്ചാൽ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ 2 കവറിൽ കയ്യിലുണ്ടാവും പിടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ അവന് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നൊരു ദിവസം കൂടെ അങ്ങനെ തുടയ്ക്കാം, ഇത്രയും ദിവസം തുടച്ചില്ല, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇനി ഇറങ്ങി പോകുമ്പോഴേ ഇനിയിപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ബാക്കി ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും എല്ലാവരും മറക്കും, എനിക്ക് ഞാൻ തന്നെ ചെയ്യണം, ഞാൻ മറക്കണം, പിന്നെ മറ്റുള്ളവർ മറക്കാണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇപ്പം ആ തുണി വെച്ചിട്ട് അവിടെയൊക്കെ അങ്ങോട്ട് തുടച്ചെടുത്തിട്ടു. രാവിലെ ഞാൻ മൊത്തം നമ്മുടെ റൂമും ഒക്കെ തുടച്ചതായതുകൊണ്ട് തന്നെ ഈ കൊലായിപ്പുറം ഉമ്മറം നമ്മളിപ്പോൾ അങ്ങോട്ട് തുടച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് ചാണകം മെഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പൂജട്ടിയോട് പറഞ്ഞു ചെറുതിലൊക്കെ ഞാനത് അച്ഛൻ ചാണകം മെഴുകാൻ വേണ്ടി പറയുമ്പോൾ കരഞ്ഞായിരുന്നു. എനിക്ക് ഇതിൻ്റെ സ്മെല്ലും ഒക്കെ കൂടെ പറ്റാണ്ടാകുമ്പോൾ നമ്മുടെ അപ്പുറത്തുപ്പുറത്തൊക്കെ ചേച്ചിമാരുണ്ടാവുമല്ലോ, വെച്ചാൽ നമ്മൾ അവർ കുറച്ചുകൂടെ പ്രായമുള്ളവരൊക്കെ നമ്മളിങ്ങനെ കളിയാക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ നമുക്ക് അധികം സങ്കടമല്ലേ വരിക. അപ്പോൾ ഞാൻ പൂജട്ടിയോട് പറഞ്ഞു എനിക്കതൊക്കെ അറപ്പായിരുന്നു ഒരു ചെറിയ സമയത്ത്. പിന്നെ കൃഷ്ണന് ഭഗവാൻ ഇത് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഈ സാധനത്തിൻ്റെ ഇതിലൂടെ തൊടാനുള്ളത് അറപ്പ് മാറിയത്. എനിക്ക് അത്രയും ഇഷ്ടമാണ് ഗുരുവായൂരമ്പലത്തിൽ പോകാമെന്ന് പറയുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത് ആണ്ടിലും സംക്രാന്തിക്കൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. വല്ലപ്പോഴേ പോകാൻ പറ്റുള്ളൂ. വല്ലപ്പോഴും വെച്ചാൽ ചുരുക്കം, അതെങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തിപ്പെടുന്നതാണ്, അല്ലാണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റാറേ ഇല്ല. ഇപ്പോൾ കുറേ ആയി 3-4 മാസമായി പറയണു പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അമ്മയും പറയുന്നുണ്ട് നമുക്ക് പോകാമായിരുന്നു എന്നൊക്കെ, പക്ഷെ അതെങ്ങനെയെങ്കിലും വരുമ്പോഴേക്കും തട്ടുതടസ്സത്തിൽ അങ്ങോട്ട് മാറും. ഇനി വാലാമണിയാണെന്നൊന്നും ആരും പറയണ്ട, ഞാൻ പോവാണ്ടിരുന്നിട്ടില്ല. കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാസത്തിലെ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അങ്ങനെയൊന്നും പോകാൻ വേണ്ടിയിട്ട് പറ്റാറില്ല. അപ്പോൾ ചാണകമൊക്കെ മെഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് കുളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറാമെന്ന് വെച്ചിട്ടാണ്. കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, ഞാനിത് എത്താപ്പത്തെയാണ്, അവനൊരു കവറേ കൊണ്ട് തന്നിട്ടുള്ളൂ കേട്ടോ, കളിക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കവറെങ്കിൽ ഒരു കവറ് കുറച്ച് ഭാഗം കൂടെ അടിച്ചിട്ട് അത്രയും വൃത്തിയല്ലേ എന്ന് വിചാരിച്ചേ. നമുക്ക് മൊത്തം അടിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇത് തികയില്ല. അപ്പോൾ ഞാനിങ്ങനെ കളമാക്കിയിട്ട് ഇങ്ങനെ കറക്റ്റ് ഒരു ചതുര കഷ്ണത്തിൽ അങ്ങോട്ട് ആക്കിയാൽ വൃത്തിയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എത്താണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ മുട്ടി ഒപ്പിക്കുകയാണ് കേട്ടോ. ഇതാ ഇപ്പുറത്തും അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്, അവിടെയും കൂടെ അങ്ങോട്ട് കവർ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുളി കഴിഞ്ഞിട്ട് കയറണം. 2-3 അലക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് നിൽക്കാൻ വേണ്ടിയിട്ട് നേരമില്ല, എനിക്ക് വയ്യേനെ, അത്രയും ടയേർഡായി കേട്ടോ. ചോദിക്കും ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്യണതല്ലേന്ന്, പക്ഷേ ഈ ചൂടിൻ്റെ പ്രശ്നമാണ്, നമുക്കിങ്ങനെ വയ്യാത്ത പോലെ തോന്നില്ലേ, പെട്ടെന്ന് ക്ഷീണം പോലെ തോന്നും, കിതപ്പ് പോലെ തോന്നും. എനിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കിതപ്പുണ്ട് ഇപ്പോൾ, എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു കിതപ്പ് വരും. കുറച്ച് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ഒരു ചില സമയങ്ങളിലേ ഉള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ, ചില സമയങ്ങളിൽ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ആ കിതപ്പ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ക്ഷീണം വരുന്ന പോലെ തോന്നും. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഇനി അലക്കലൊക്കെ രാവിലേക്ക് മാറ്റി വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബക്കറ്റൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകി കപ്പെല്ലാം കഴുകി റെഡിയാക്കിയിട്ട് അങ്ങോട്ട് എടുത്ത് വെച്ചു കേട്ടോ. ഇനി ഇതങ്ങോട്ട് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം എടുക്കുമ്പോൾ അപ്പം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പണിയില്ലല്ലോ. പിന്നേക്ക് വെക്കുമ്പോൾ അതങ്ങോട്ട് പിന്നെ നമ്മളത് മറക്കുകയും ചെയ്യും, അങ്ങനെ ഇരുന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇട്ട് നല്ലോണം ഉരച്ച് 3 ബക്കറ്റും കപ്പൊക്കെ ഉരച്ച് കഴുകി. നമ്മുടെ ചീരക്കുട്ടന്മാർക്ക് 2 ദിവസമായിട്ട് വെള്ളമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ രാജേട്ടൻ രാവിലെ വെള്ളം കൊടുത്തിട്ടുണ്ടോ എന്നാണ് എനിക്ക് താഴത്തെ കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ മേലേക്കുള്ള ഒന്നും കിട്ടിയിട്ടുമില്ല. രാജേട്ടൻ പക്ഷാഭേദം കാണിച്ചു തോന്നുന്നു. എനിക്ക് ഒരു ചെടിക്ക് നനച്ചിട്ട് മറ്റേതിന് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ തോന്നും കേട്ടോ.
വിഷമാവും. അതേപോലെ തന്നെയാണ് പൂച്ചകൾ വന്നാലും ചില പൂച്ചകൾക്ക് സാമർത്ഥ്യം കാരണം അവറ്റ കഴിച്ചു പോകും, ചിലവറ്റ പാവമായിട്ടിരിക്കും. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൊട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോയിൽ വിളക്ക് വെച്ചത് കാണിച്ചിട്ടില്ലേ. അപ്പോൾ വൈകിട്ടുള്ള ദീപമൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. ഈ ഒരു സമയമാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വൈകിട്ട് അമ്പലത്തിൽ പോവുക, വിളക്ക് വയ്ക്കുക. ഞാൻ എപ്പോഴും പറയാറില്ലേ, പറഞ്ഞു ബോറടിപ്പിക്കുകയല്ല, വൈകുന്നേരം ഈ വിളക്ക് വെച്ചിട്ട് ഇങ്ങനെ ദീപം കാണിക്കണതും അങ്ങനെ പുറത്ത് പോകണതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നമുക്ക് ഉത്സവത്തിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. നാളെ ഉത്സവത്തിൻ്റെ വീഡിയോ ഇടാൻ പറ്റുമോ എനിക്കറിയില്ല. എന്തായാലും നാളെ മറ്റന്നൊക്കെ ആയിട്ട് നമുക്ക് ഉത്സവ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോസായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.